റിട്ടയർഡ് നേവി ഉദ്യോഗസ്ഥനായ ലിംജിത്ത് ലാൽ കൂടെ ചേരുന്നുണ്ട്. ശ്രീ ലിംജിത്ത് ലാൽ, നമസ്കാരം. ഈ ഇന്ത്യൻ നാവികസേനാ ദിനം അങ്ങനെ ഇന്നിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരത്താണ് ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിപുലമായ ആഘോഷ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ രാഷ്ട്രപതിയുടെ ഒരു സൗകര്യം മാനിച്ചാണ് ഇത് ഡിസംബർ 3 മാറ്റിയത്, ഇല്ലെങ്കിൽ ഡിസംബർ 4 ആചരിക്കേണ്ടിയിരുന്നത്. നമസ്കാരം. അതെ, പറഞ്ഞോളൂ, താൻ കേൾക്കുന്നുണ്ടോ? അതെ, എന്റെ പേര് ലിംജിത്ത് ലാൽ എന്നാണ്. ഞാൻ ഇന്ത്യൻ നേവിയിൽ നിന്നും മിഷൻ പെറ്റി ഓഫീസറായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്. നമ്മള് ഡിസംബർ 4 സാധാരണ എല്ലാ വർഷവും നേവിയുടെ ആഘോഷിക്കുന്നത്. അത് 1971 വാറിൽ നമ്മൾ കറാച്ചി നേവൽ ഹെഡ്ക്വാർട്ടേഴ്സും അവരുടെ ഓയിൽ ടാങ്കറും എല്ലാം ആക്രമിച്ച് നശിപ്പിച്ചതിന്റെ അപ്പൊ ആ യുദ്ധം നമ്മൾ ജയിക്കുന്നതിനെല്ലാം ഒരു കാരണമായിട്ട് മാറിയ ഒരു സംഭവമായിരുന്നു അത്. അതുകൊണ്ടാണ് നമ്മൾ അത് ഡിസംബർ 4 തന്നെ അത് ചെയ്യുന്നത്. സാധാരണ ഈ ഒരു സംഭവം നമ്മളിപ്പം ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി എന്താണ് നാവികസേന ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാക്കിയെല്ലാം നമുക്ക് കാണാൻ പറ്റും. ആർമിയുടെ യുദ്ധതന്ത്രങ്ങളൊക്കെ നമുക്ക് ക്യാമറ ഉപയോഗിച്ച് കാണാം. പക്ഷെ കടലിൽ സംഭവിച്ചിരിക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പൊ അത് നമുക്ക് ജനങ്ങൾക്ക്, പബ്ലിക്കിന് നേരിട്ട് കാണുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് സത്യത്തിൽ ഈ എയർ ഷോ ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഈ പിന്നെ INS വിക്രാന്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയർ ആണ്. അത് നമ്മുടെ വിമാനമല്ല, അത് വിമാനവാഹിനി കപ്പലാണത്. അപ്പൊ അതെല്ലാം ജനങ്ങൾക്ക് നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. കൊച്ചിയിലുള്ള സാധാരണ ഇത് എല്ലാ വർഷവും കൊച്ചിയിലാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ വർഷം മറ്റു സ്ഥലങ്ങളിലേക്കും ആളുകൾക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ട്രിവാൻഡ്രത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഇനിയിപ്പം അടുത്ത വർഷം ചിലപ്പം വേറെ ആയിരിക്കാം. എന്തായാലും അത് ജനങ്ങൾക്ക് അതുമായിട്ടൊരു നാവികസേനയായിട്ടുള്ള ഒരു ബന്ധം ജനങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ റിട്ടയർഡ് ഒരു വ്യക്തിയാണ്. 5-8 വർഷം ഞാൻ റിട്ടയർഡ് ആയിട്ട്. പുതിയ കാര്യങ്ങളെ പറ്റി എനിക്ക് കൂടുതൽ അവഗാഹമില്ല. തീർച്ചയായും ഈ ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ ഭാഗമായാണല്ലോ ഈ ഒരു ദിവസം ആചരിക്കുന്നത് തന്നെ. അതെ 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 ഇന്തോ പാക് വാറിൽ 1971 നമ്മൾ ജയിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കറാച്ചി തുറമുഖം ആക്രമിക്കപ്പെട്ടതാണ്. അവരുടെ ഓയിൽ സംഭരണ എല്ലാം നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു ആ ഒരൊറ്റ അറ്റാക്കിലൂടെ. അപ്പൊ അതിന്റെ ഒരു സ്മരണയ്ക്ക് കൂടിയാണ് ഡിസംബർ 4 നേവി ഡേ ആയിട്ട് നമ്മൾ ആഘോഷിച്ചു വരുന്നത് എല്ലാ വർഷവും. ഇന്ത്യൻ നേവിയുടെ INS വീർ, INS ലിബർട്ട് തുടങ്ങിയ കപ്പലുകൾ, പാകിസ്ഥാൻ നേവിയുടെ PNS ഖബർ, PNS മുഖാറ്റിസ്, പിന്നെ വീനസ് ചാലഞ്ചർ അങ്ങനെയുള്ള ഷിപ്പുകളെ, അവരുടെ അറ്റാക്കിംഗ് ഷിപ്പുകളെ നശിപ്പിക്കുകയും അവരുടെ ഓയിൽ ടാങ്കറുകളും അവരുടെ ഓയിൽ സംഭരണ വ്യവസ്ഥകളെല്ലാം തകർത്ത് കളയുകയും ചെയ്ത ഒരു അറ്റാക്കായിരുന്നു അത്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഒരു ഇതാണ് അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഡിസംബർ 4 നമ്മൾ നേവി ഡേ ആയിട്ട് ആഘോഷിച്ചു വരുന്നത്. ഞാൻ കഴിഞ്ഞ 15 വർഷത്തോളം നേവിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഈ ഭാഗമായുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ ലിംജിത്ത് ലാൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.